ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്, ഡ്രൈവിംഗ് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ ശരിയാക്കുക എന്നുള്ളതാണ്. എന്നാൽ വാഹനമൊക്കെ ആദ്യം ഓടിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അതോടൊപ്പം തന്നെ ഗിയറൊക്കെ മാറ്റുന്ന സമയത്ത് വാഹനം റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. ഇടയ്ക്ക് ഗിയർ ഏതിലാണ് പോകുന്നത് എന്നുള്ളൊരു സംശയം വരുമ്പോൾ ഗിയർ ലിവറിലേക്കൊക്കെ നോക്കുന്ന അവസരങ്ങളിൽ വണ്ടി മാറിപ്പോകുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തുടക്കക്കാർക്ക് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വണ്ടി ഓടിച്ച് തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. ഇനി ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടമാകുന്നത് രണ്ട് കാരണങ്ങളാലാണ്. ഒന്ന്, വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ ഗിയർ ലിവറിലേക്ക് നോക്കി മറ്റൊരു ഗിയറിലേക്ക് ഇടുമ്പോൾ വാഹനം ഒന്നെങ്കിൽ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വെളിയിലേക്കോ അല്ലെങ്കിൽ റോഡിൻ്റെ നടുക്കോട്ടൊക്കെ വാഹനം പോകാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങോട്ട് നോക്കുന്ന സാഹചര്യങ്ങളിൽ സ്റ്റിയറിംഗ് കൺട്രോളിലേക്കുള്ള ശ്രദ്ധ പോകുന്നത് കൊണ്ടാണിത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ആദ്യം എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളത് പറഞ്ഞു തരാം. വാഹനം ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ടും ഗിയറിൻ്റെ പൊസിഷനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗിയർ ലിവറിൽ നോക്കാതെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ഗിയറും സെൻസ് ചെയ്യണം. അപ്പോൾ ഇതിനുള്ള ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത്, നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വാഹനത്തിലിരുന്ന്, അതായത് ക്ലച്ചും ബ്രേക്കും പൂർണ്ണമായിട്ടും ചവിട്ടി നിങ്ങൾ വാഹനത്തിലിരുന്നിട്ട് ഓരോ ഗിയറും മാറ്റി നോക്കുക. അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു നിരപ്പായിട്ടുള്ള ഒരു പ്ലേസിൽ, വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉരുണ്ടു പോകാത്ത ഒരു പ്ലേസിൽ വാഹനം നിർത്തിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഹാൻഡ് ബ്രേക്ക് ഒന്ന് വലിച്ച് ഓണാക്കിയിട്ടതിന് ശേഷമാണെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ മതി. അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ ഗിയറും കൃത്യമായിട്ട് ഇട്ട് നോക്കുക. ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗിയർ ലിവറിൽ നോക്കുക. അതായത് ഇപ്പം ന്യൂട്രലാണ് കിടക്കുന്നത്, ഈ സെൻറ്റർ പോയിന്റ് ന്യൂട്രലാണ്. ന്യൂട്രലിൽ നിന്ന് നിങ്ങളിത് ഗിയർ ലിവർ ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക. ഇങ്ങനെ ചേർത്തിട്ട് മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഗിയർ വീഴുന്നു, തൊട്ട് താഴോട്ടിട്ടാൽ ന്യൂട്രൽ വീഴുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ന്യൂട്രലിൽ നിന്ന് താഴോട്ടിട്ടാൽ സെക്കൻഡ് ഗിയറിലേക്ക് വീഴുന്നു. അപ്പോൾ ഇടയ്ക്കെല്ലാം ന്യൂട്രൽ ഉണ്ട് എന്ന് ഓർക്കുക. ഇനി തേർഡിലേക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നിങ്ങളുടെ കൈ ഇങ്ങനെ വന്ന കൈ തിരിച്ച് പിടിക്കുക. അതെ, ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തള്ളുക. അപ്പം ന്യൂട്രലിലേക്ക് വീഴും. ന്യൂട്രലിൽ വന്നതിന് ശേഷം നിങ്ങൾ ഗിയർ ലിവർ ജസ്റ്റ് ഒന്ന് മേളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് തേർഡിലേക്ക് വീഴും. കാരണം സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്ന അവസരങ്ങളിൽ ഇതേ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ഓൾറെഡി ഗിയർ ലിവർ സെൻറ്റർ ആയിട്ടാണ് വരുന്നത്. ഈ സെൻറ്റർ പോയിന്റിൻ്റെ മേളിലാണ് തേർഡ് ഗിയർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തേർഡിലേക്ക് വീഴും. ഇനി ഫോർത്തിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ കൈ പിടിക്കുക, ഫോർത്തിലേക്ക് ഇടുക. ഇനി ഫോർത്തിൽ നിന്ന് വീണ്ടും നിങ്ങൾ തേർഡ് ഇട്ട് കൊടുക്കുക. അതായത് തേർഡ് ഇടുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ജസ്റ്റ് പിടിക്കുക. ഫസ്റ്റ് ന്യൂട്രൽ വരുന്നു, ഇവിടെ നിന്ന് മേളിലേക്ക് ഇടുക, തേർഡ് ഇടുക. ഇനി സെക്കൻഡിലേക്ക് ഇടുന്ന സമയത്ത് വീണ്ടും ന്യൂട്രാക്കുക. അതിനുശേഷം കൈ ഇങ്ങനെ ചെരിച്ച് പിടിക്കുക. അത് ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ന്യൂട്രൽ പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക, താഴോട്ട് ഇടുക. സെക്കൻഡ് വീഴുന്നു. ഇനി സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ വരിക. അതിനുശേഷം ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ഇതിങ്ങനെ നിങ്ങൾ ഗിയർ ലിവറിൽ നോക്കി ആദ്യം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഗിയറിൻ്റെ പൊസിഷൻ മനസ്സിലാകും. മനസ്സിലായതിനു ശേഷം പിന്നെ നിങ്ങൾ റോഡിലേക്ക് നോക്കിയിട്ട് ഓരോ ഗിയർ ഇടുക. അതെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്തിൽ നിന്ന് തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് ശരിക്കും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അടുത്തൊരു ഗിയർ ഇടുന്ന ടൈമിൽ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഗിയർ ഇടേണ്ടതായിട്ടില്ല. അറിയാതെ തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഇടും. ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുന്നു, റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുകയാണ്. വാഹനം വന്നു. ഇനി വണ്ടിക്ക് മൂവ് ആക്കുന്നു. വാഹനം റോഡിൻ്റെ ഇടത്താണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? റോഡിലേക്ക് നോക്കിയിട്ട് തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇത് സെക്കൻഡിലേക്ക് ഇട്ടു. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, റോഡിലേക്ക് നോക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടില്ലേ? ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിലാണ് പോകുന്നത്. വീണ്ടും ഞാൻ റോഡിലേക്ക് നോക്കി, റോഡ് സ്ട്രെയിറ്റ് ആണ്, ആവറേജ് ഇറക്കം കൂടിയ റോഡാണ്. ഞാൻ ഇതേ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു. അപ്പോൾ ഇപ്പം നാലാമത്തെ ഗിയറിലാണ് പോകുന്നത്. ഇനി പല ആൾക്കാർക്കും ഒരു ഗിയറിൽ പോകുമ്പോൾ ഇത് ഏത് ഗിയറിലാണെന്നുള്ളൊരു സംശയം വരും. അപ്പോൾ ആ സംശയം മാറണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് പോകുന്നത്. നിങ്ങൾ നോക്കി, ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് പോകുന്നത്.
പോകുന്ന അവസരങ്ങളിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഗിയർ ലിവറിലേക്ക് ഇങ്ങനെ നോക്കരുത്, നോക്കാതെ തന്നെ ഇത് ഇങ്ങനെ കൈ പിടിച്ച് നോക്കുക. കൈ പിടിച്ച് നോക്കുമ്പോൾ ഗിയർ ലിവർ താഴെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് മിക്കവാറും അതൊരു 4th ഗിയറിലായിരിക്കും പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അതുപോലെ തന്നെ വാഹനത്തിന് മൂവ്മെൻറ്റ്സ് വെച്ച് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാഹനം വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റണ്ണിങ്ങിലാണ് പോകുന്നതെങ്കിൽ മിക്കവാറും ഒരു 3rd-ലോ 4th-ലോ ആയിരിക്കും നിങ്ങളുടെ വാഹനം പോകുന്നത്. അപ്പം നമ്മൾ കൈ പിടിക്കുന്ന സമയത്ത് ഗിയർ ലിവർ താഴെയാണെങ്കിൽ നമുക്കത് 4th-ലാണെന്ന് മനസ്സിലാക്കാം. ഗിയർ ലിവർ മേളിലാണെങ്കിൽ നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോൾ ഗിയർ ലിവർ മേളിലാണെങ്കിൽ വണ്ടി സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. പക്ഷേങ്കിൽ ഗിയർ ലിവർ പിടിക്കുമ്പോൾ ലിവർ മേളിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വാഹനം 3rd ഗിയറിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ നിങ്ങളത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ തുടക്കക്കാർക്ക് തെറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതായത് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡൊക്കെ ചേർന്ന് ഓടിക്കും. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഗിയർ ലിവറിലേക്കൊന്നും നോക്കാതെ കൃത്യമായിട്ട് മറ്റൊരു ഗിയർ കൊടുക്കും. പക്ഷേങ്കിൽ ഇങ്ങനെ കൊടുക്കുന്ന അവസരങ്ങളിലും വാഹനം റോഡിൻ്റെ സെൻറ്ററിലേക്കോ വലത്തെ സൈഡിലേക്കോ ഒക്കെ പല ആൾക്കാർക്കും പോകാറുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത്? ഇത് നിങ്ങൾക്ക് മിക്കവാറും സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുന്നേ ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുകയാണ്. വാഹനം എടുക്കുന്നു, കൃത്യമായിട്ടും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുകയാണ്. മറ്റൊരു ഗിയർ കൊടുക്കാനായിട്ട് വണ്ടിക്ക് മൂവ് ആക്കുന്നു. 2nd ഗിയറിലേക്ക് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇത് വാഹനം ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. നിങ്ങൾക്കിത് സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾ ഇനി ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഇടുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കാം. അതായത് നിങ്ങൾ ഫസ്റ്റിൽ നിന്ന് 2nd-ലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങളുടെ ടെൻഷൻ 2nd ഗിയറിലേക്ക് വീഴുമോ എന്നുള്ള ഒരു ടെൻഷൻ, സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടമാകുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ വലത്തെ കയ്യിൽ ഇങ്ങനെ ബലം പിടിക്കും. ബലം പിടിച്ചിട്ട് നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് അറിയാതെ സ്റ്റിയറിംഗ് കുറച്ച് വലത്തെ സൈഡിലേക്ക് തിരിക്കും. അതായത് അറിയാതെ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വാഹനം കുറച്ച് വലത്തെ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് നിങ്ങൾ 2nd ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ വാഹനം റോഡിൻ്റെ ഇടത്താണെന്ന് ഉറപ്പ് വരുത്തുക. പരമാവധി വളവിലും തിരിവിലും ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്ത് തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. ചെറിയ തിരിവൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഫസ്റ്റിൽ ഇങ്ങനെ വരികയാണ്. 2nd-ലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈ ജസ്റ്റ് ഫ്രീ ആക്കുക, ബലം കൊടുക്കരുത്. ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ഇതേ 2nd ഗിയറിലേക്ക് ഇടുക. ഈ ഒരു സമയത്ത് വണ്ടി റൺ ചെയ്യും, പക്ഷെങ്കിൽ വാഹനം ഒരു സൈഡിലേക്കും പോകത്തില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ 2nd ഗിയറിലേക്ക് ഇട്ടു. ഇനി ഞാൻ വീണ്ടും 3rd ഗിയറിലേക്ക് ഇട്ട് നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു. ഓക്കെ, മൂവ് ആക്കിയതിന് ശേഷം നിങ്ങൾ നോക്കുക വാഹനം റോഡിൻ്റെ ഇടത്താണെന്ന് ഞാൻ കൃത്യമായിട്ടും ഉറപ്പ് വരുത്തുന്നു. റോഡിൻ്റെ ഇടത്താണെന്ന് ഉറപ്പ് വരുത്തുന്നു. അതിനുശേഷം സ്റ്റിയറിംഗ് ഞാനിത് ഫ്രീ ആക്കുന്നു. അതിനുശേഷം ഇവിടെ ബലം ഒന്നും പിടിക്കുന്നില്ല. ക്ലച്ച് ചവിട്ടുന്നു. 3rd ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയ വാഹനം റോഡിൻ്റെ ഇടത്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഗിയർ നിങ്ങൾ അപ്പും ഡൗണും ചെയ്യുക. ഇനിയിപ്പോൾ ഡൗൺ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമെന്ന് നിങ്ങൾ നോക്കുക. ഇവിടെ മുന്നിലൊരു വളവാണ്, ഒരു ചെറിയ കയറ്റമാണ്. അപ്പോൾ എനിക്ക് ഗിയർ ഡൗൺ ചെയ്യണം. ഞാൻ ഫസ്റ്റ് വണ്ടി ഇടത്താണെന്ന് ഇത് ഉറപ്പ് വരുത്തുന്നു. അതിനുശേഷം കൂടുതൽ ബലമൊന്നും സ്റ്റിയറിംഗ് കൊടുക്കുന്നില്ല. ജസ്റ്റ് ക്ലച്ച് ഔട്ടുന്നു, 2nd-ലേക്ക് ഇടുന്നു. ഇനി നിങ്ങൾക്ക് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണ്, ഡ്രൈവ് ചെയ്യുമ്പോഴെല്ലാം സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് വാഹനത്തിൽ കയറിയതിന് ശേഷം നിങ്ങൾ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷനെ കുറിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ വാഹനത്തിൻ്റെ ടയർ നേരെയാണ്, സ്റ്റിയറിംഗ് നേരെയാണ്. ഇവിടുന്ന് ഞാനൊരു 1.5 റൗണ്ട് ലെഫ്റ്റ് തിരിച്ചാൽ പൂർണ്ണമായിട്ടും സ്റ്റിയറിങ്ങിൻ്റെ ടയർ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയും. അതിന് നിങ്ങൾ കൈ ഏകദേശം സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്ററിലായിട്ട് പിടിക്കുക, ഈ ഒരു പോയിന്റിൽ. അതിനുശേഷം നിങ്ങൾ ഇടത്തോട്ട് തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഇടത്തോട്ടൊന്ന് വലിക്കുക. ആ ഒരു സമയത്ത് നിങ്ങളുടെ വലത്തെ കൈ ഫ്രീ ആക്കി കൊടുക്കുക. ഇടത്തോട്ട് വലിച്ചിങ്ങനെ വരുന്നു. അതിനുശേഷം നിങ്ങളുടെ വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ മേളിലേക്ക് ഒന്ന് തള്ളിക്കൊടുക്കുക. ആ ഒരു സമയത്ത് വലത്തെ കൈ ഫ്രീ ആക്കുക. ഇങ്ങനെ എടുത്തെടുത്ത് നിങ്ങൾ ഇടത്തെ സൈഡിലേക്ക് തിരിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഏകദേശം ഒരു റൗണ്ട് തിരിച്ചപ്പോൾ ഈ ഒരു എംബ്ലം നേരെയായിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ഇത്തരത്തിൽ ഒരു 1/2 റൗണ്ടും കൂടി തിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ എൻ്റെ സ്റ്റിയറിംഗ് വാഹനത്തിൻ്റെ ടയർ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. ഇനി എനിക്ക് ഇവിടുന്ന് വീണ്ടും നേരെയാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വലത്തെ കൈ എടുത്ത് സ്റ്റിയറിങ്ങിൻ്റെ മേളിൽ വെക്കുക. അതായത് ഏകദേശം ഈ ഒരു പൊസിഷനിൽ വെക്കുക. താഴോട്ട് വലിക്കുക. ഇടത്തെ കൈ ആ ഒരു സമയത്ത് ഫ്രീ ആക്കി കൊടുക്കുക. അതിനുശേഷം മേളിലേക്ക് ഇങ്ങനെ വലിക്കുക. ആ സമയത്ത് നമ്മളുടെ വലത്തെ കൈ ഫ്രീ ആക്കുക. ഇത്തരത്തിൽ എടുത്തെടുത്ത് നിങ്ങൾ തിരിക്കുക. ഇപ്പം നോക്കുക, സ്റ്റിയറിംഗ് ഏകദേശം നേരെ വന്നിട്ടുണ്ട് ഒരു 1/2 റൗണ്ട്. വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു റൗണ്ടും കൂടി ഇത്തരത്തിൽ എടുത്ത് തിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, വാഹനത്തിന് ടയർ നേരെയായിട്ടുണ്ട്, സ്റ്റിയറിംഗ് നേരെയായിട്ടുണ്ട്. ഇവിടുന്ന് എനിക്ക് വലത്തോട്ട് ഞാൻ ഒരു 1.5 റൗണ്ട് ഇനി തിരിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ടയർ വലത്തെ സൈഡിലേക്ക് തിരിയും. നിങ്ങൾ നോക്കുക, ഞാനിതേ ഒരു റൗണ്ട് തിരിച്ചു. വീണ്ടും ഞാനിതേ ഒരു 1/2 റൗണ്ടും കൂടി തിരിച്ചു. 1.5 റൗണ്ട് തിരിച്ചപ്പോഴത്തേന് ടയർ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. വീണ്ടും ഞാൻ ഇവിടുന്ന് നേരെയാക്കി കൊടുക്കുകയാണ്. ഒരു 1/2 റൗണ്ട് തിരിച്ചു.
വീണ്ടും ഞാനിത് ഒരു റൗണ്ട് തിരിച്ചു. ഇപ്പോൾ ടയർ നേരെയായി, സ്റ്റിയറിംഗ് നേരെ. ഇങ്ങനെ നിങ്ങൾ വാഹനത്തിൽ കയറിയിട്ട് സ്റ്റിയറിങ്ങിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പരമാവധി ഒരു ഫസ്റ്റിലും സെക്കൻഡിലും ആയിട്ട് വാഹനം ഓടിക്കുക. തേർഡോ ഫോർത്തോ ഒന്നും കൊടുക്കണ്ട, ഫസ്റ്റിലും സെക്കൻഡിലും നിങ്ങൾ വാഹനം ഓടിക്കുക. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുകയാണ്. ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുന്നു. പ്രധാനമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകുക. ഇപ്പോൾ ടയർ നേരെയാണ്, സ്റ്റിയറിംഗ് നേരെയാണ്. ഇനി സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാടൊന്നും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. ഓരോ റോഡും മനസ്സിലാക്കി അതിന് അനുയോജ്യമായിട്ട് തിരിച്ചാൽ മതി. നിങ്ങൾ നോക്കി, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് വാഹനം പോകുന്നത്, സ്ട്രെയിറ്റ് റോഡാണ്. ദേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്ന സമയത്ത് നിങ്ങൾ ഏകദേശം ലെഫ്റ്റ് സൈഡ് കൃത്യമാണോ എന്ന് അറിയാനായിട്ട് ദേ ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ നോക്കുക. നിങ്ങൾ നോക്കുക, ഈ ഒരു പോയിന്റും റോഡിൻ്റെ എൻഡും നോക്കിക്കേ, ഏകദേശം കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഇപ്പോൾ നമ്മുടെ വാഹനം പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കുക. ഒരുപാട് ബലം സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കാതിരിക്കുക. ഇനി സെക്കൻഡിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഞാൻ മുന്നമേ പറഞ്ഞ പോലെ നിങ്ങൾ സ്റ്റിയറിംഗ് ജസ്റ്റ് ഫ്രീ ആക്കുക. ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് മെല്ലെ സെക്കൻഡിലേക്ക് ഇടുക. വണ്ടി സെക്കൻഡ് ഗിയറിലേക്ക് വീണു. അതിനുശേഷം വീണ്ടും നിങ്ങളിത് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടത്തോട്ട് എടുത്തെടുത്ത് തിരിക്കുക. അതിനുശേഷം വീണ്ടും നേരെയാക്കാനായിട്ട് ഇവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് തിരിക്കുക. ഇങ്ങനെ നിങ്ങളൊരു ദീർഘദൂരം വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക, ഫസ്റ്റിലും സെക്കൻഡിലും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോള് എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാനായിട്ടുള്ള ചില ട്രിക്കുകളും എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടമാകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ഓരോ വിഷയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ്, റൈറ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ഗിയർ ഷിഫ്റ്റിങ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മളുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലുണ്ട്. മറ്റു വീഡിയോകളും കൂടെ നിങ്ങൾ ജസ്റ്റ് കയറി കാണുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. Okay, bye.